ഇവർക്ക് ഈ രണ്ട് കുട്ടികൾക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടുപേരും ജന്മന കേൾവിയും സംസാരശേഷിയും ഇല്ലാതെയാണ് ജനിച്ചത്. 1 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും രണ്ടുപേരെയും ഒരുമിച്ചാണ് നിഷിൽ കൊണ്ടുപോയതും പഠിപ്പിച്ചതും എല്ലാം. നിഷിൽ 2.5 വർഷത്തെ 3 വർഷം വരെ പഠിച്ചതിന് ശേഷം രണ്ടുപേരെയും ഒരേ സ്കൂളിലാക്കുകയും രണ്ടുപേരും ഒരുപോലെ തന്നെ പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടുപേരും 10ാം ക്ലാസ് പരീക്ഷ എഴുതി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അസോസിയേഷൻ്റെ കീഴിൽ കരോട്ട പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് കുട്ടികൾ അവിടെ കൊണ്ടുപോയത്. അവിടെ കൊണ്ട് ചെന്നപ്പോൾ എങ്ങനെ പഠിപ്പിക്കും എന്നാണ് സാറ് ചോദിച്ചത്. കാരണം ഇവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, നോക്കാം. പിന്നെ സാർ ഉപേക്ഷിച്ച് വിചാരിച്ചില്ല, ഈ കുട്ടികളെ നോക്കാമെന്ന് വിചാരിച്ചു പഠിപ്പിച്ചു. പക്ഷേ മറ്റു കുട്ടികളെക്കാളും നല്ല സ്മാർട്ടായിട്ട് തന്നെ അവർ പഠിക്കുകയും 5 വർഷം കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ ബ്ലാക്ക് ബെൽറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാറായി. അതുപോലെ തന്നെ പടം വരയ്ക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ കമുകറ സ്കൂളിൽ കൊണ്ടുപോകുകയും അവിടെ നിന്ന് പടം വരച്ച് പടം വരയ്ക്കാൻ നല്ല താല്പര്യത്തോടെയാണ് അവർ പടം വരച്ചുകൊണ്ടിരുന്നത്. അവിടെ നമ്മുടെ ഈ കൊറോണ സമയത്ത് ഇരുന്നത് വരെയും അവിടെ പോയിക്കൊണ്ടിരുന്ന പടം വരച്ചിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ പടം വരയ്ക്കാനും കരോട്ടയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മുതുകാട് സാറിൻ്റെ മാജിക് പ്ലാന്റിൽ കൊണ്ട് എത്തിച്ചത്. രണ്ട് വർഷം മുമ്പ് ഡ്രോയിങ് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിൽ എത്തിച്ചേർന്നത്. ഞാനവിടെ മാജിക് പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ അപർണയ്ക്കും ആർദ്രയ്ക്കും മാജിക് പഠിക്കണം എന്ന ആഗ്രഹം എന്നോട് പ്രകടിപ്പിച്ചു. പക്ഷേ എങ്ങനെ മാജിക് പഠിപ്പിക്കും എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. കാരണം അവർക്ക് രണ്ടുപേർക്കും കേൾക്കാനും സംസാരിക്കാനും കഴിയില്ല. എന്നാലും ഒരു പരീക്ഷണാർത്ഥം ആദ്യം ഒരു മാജിക് പഠിപ്പിച്ചപ്പോൾ തന്നെ അവർക്ക് നന്നായി മാജിക് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ മാജിക് അവതരിപ്പിക്കാൻ കഴിയും എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ വളരെ നന്നായി അവർ മാജിക് അവതരിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി അവിടെ ഒരു വേദി തന്നെയുണ്ട്. കാമിലി കാസ്കേഡ് എന്ന് പറയുന്ന വേദിയിൽ എല്ലാ ദിവസവും മാജിക് അവതരിപ്പിക്കുന്ന കുട്ടികളാണ് അപർണയും ആർദ്രയും. വനിതകളുടെ കഴിവ് തെളിയിക്കുന്ന അമൃത ടിവിയുടെ റെഡ് കാർപ്പറ്റ് എന്ന പരിപാടിയിൽ എൻ്റെ മക്കളായ അപർണയ്ക്കും ആർദ്രയ്ക്കും ഒരു അവസരം തന്നതിൽ രമ്യയെ ഞാൻ അതിയായ സന്തോഷം. നിങ്ങൾ സിസ്റ്റേഴ്സാണ് അല്ലേ? പേര് അടുത്ത് വീണ. ലക്ഷ്മി. ഓക്കെ. ആരാണ് ഇതിൽ അപർണ? അപർണ ഇതാണ് അപർണ, ആർദ്ര. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ? എങ്ങനെയാണ് ഇവരുടെ പഠിത്തം കാര്യങ്ങളൊക്കെ? നോർമൽ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. നോർമൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഓ, അത് ശരി. അപ്പം നോർമൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അവിടെ ടീച്ചർ, ഇവർക്ക് സ്പെഷ്യൽ ടീച്ചറുണ്ട്, അത് ഇവർക്ക് സഹായിച്ചു കൊടുക്കും. ആൻഡ് ഇവർ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഇവർ ഡാൻസ് ഉണ്ട്, നന്നായിട്ട് വരയ്ക്കും, മാജിക് ചെയ്യും, കരാട്ടെ അല്ലേ? ഇത്രയും കഴിവുകളുള്ള സൂപ്പർ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ എങ്ങനെയാണ് ആദ്യം ഇവർക്ക് ഡാൻസിനോടാണോ ഇഷ്ടം, അതോ ഡ്രോയിങ്, ഏതാണ് ആദ്യം? ഇവരുടെ കുഞ്ഞിലെ മുതൽ ഏത് ടാലൻ്റാണ് ആദ്യം? ഡ്രോയിങ് പഠിച്ചുകൊണ്ടിരുന്ന് അതിൽ ഇവർ നന്നായിട്ട് ഡ്രോയിങ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് മാജിക് പ്ലാന്റിലേക്ക് കൊണ്ടുപോയത്. അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം അവർക്ക് മാജിക്കിനോട് താല്പര്യം തോന്നി. അതെ, സാറ് കുട്ടികളെ പഠിപ്പിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് മാജിക് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ പഠിച്ചതാണ്. ഞാൻ ഇവരുടെ ഫസ്റ്റ് ചാനൽ ഷോ ആണ് കേട്ടോ ഇത്. നമ്മുടെ അമൃത TV റെഡ് കാർപ്പറ്റിന്റെ വേദിയിലാണ് ഇവർ ആദ്യമായിട്ട് വരുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്ന നിമിഷമാണ്. കാരണം ഇതേപോലെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. സോ താങ്ക് യു ഞങ്ങളുടെ ഈ ഷോയിൽ വന്നതിന്. ആൻഡ് അതായത് ഇവർക്ക് ഈ കുഞ്ഞിലെ മുതലാണോ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്? അതായത് ബൈ ബർത്ത് തന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്? അപ്പൊ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ക്ലാസ്സിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. എന്തോ ക്ലാസ്സിന് പോയിക്കൊണ്ട്, അതല്ലാതെ വേറെ ഒന്നും മാർഗ്ഗമില്ല? ഇല്ല, നിഷിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നിട്ട് അവിടെ നിന്ന് അവർക്ക് ക്ലാസ്, സ്പീച്ച് എല്ലാം കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നാണ് പിന്നെ അവർ ഗവൺമെന്റ് സ്കൂളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നുള്ള ക്ലാസ്സാണ്. അപ്പൊ നമ്മൾ പറയുന്ന എന്തെങ്കിലും ഇവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം ചെറുതായിട്ടെങ്കിലും അവരത് ശ്രദ്ധിച്ച് നോക്കും, മനസ്സിലാക്കി. ശരി. അപ്പോൾ നമുക്ക് ഇവരുടെ കൂടെ അച്ഛന്മാരാണല്ലേ, നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ ചേട്ടാ. എൻ്റെ പേര് അനിൽകുമാർ. ആരുടെ? ആർദ്രയുടെ അച്ഛനാണ്. ശരി. അപ്പോൾ അച്ഛൻ പറയൂ, അച്ഛൻ എന്താണ് ഈ കുട്ടികൾക്ക് ഇത്രയും ടാലൻസ് എൻ്റെ മക്കൾക്ക് കിട്ടി എന്നുള്ളത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊരു ഭാഗ്യമാണ്. ശരി. ആൻഡ് ഇത് അപർണയുടെ അച്ഛൻ്റെ പേര് പറയും.
സുരേഷ്. സുരേഷ് ചേട്ടൻ എന്ത് ചെയ്യണു? ഞാൻ പണിക്കാണ് പോണത്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇവരുടെ കൂടെ എല്ലാ കാര്യത്തിലും ഇതുപോലെ സപ്പോർട്ടായിട്ട് വരും, യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇവര് ഒരുപാട് നല്ല പെർഫോമൻസുകളാണ് റെഡി ആക്കി വെച്ചിരിക്കുന്നത് തോന്നുന്നു. നമുക്ക് എന്തായാലും അത് കാണാം അല്ലേ? നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. റെഡി. ഡാൻസ് വിത്ത് മാജിക് റെഡി? ഓക്കെ. അപ്പൊ നമുക്ക് ആ വെറൈറ്റി പെർഫോമൻസ് തന്നെ കണ്ടു കളയാം. നിങ്ങൾ റെഡി അല്ലേ? ഞങ്ങൾ excitedly wait ഓക്കെ. ഓൾ ദി ബെസ്റ്റ്.